ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് 4 വെറൈറ്റി വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പെന്നിവേട്ട് പ്ലാന്റ് ആണ്. ഇതിന് കുട പ്ലാന്റ് എന്നും പറയും. നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഇലയും ഒരു തണ്ട് നീണ്ട് വന്നിട്ട് ഇപ്പോൾ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമ്മുടെ പെന്നിവേട്ട് പ്ലാന്റ് കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ലെയറായിട്ട് മണ്ണോ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല പ്ലാന്റാണ്. ഇപ്പോൾ കാണിക്കുന്നത് വെള്ളത്തിലാണ് വളർത്തിയത്. പക്ഷേ ഈ വൈറ്റ് മോഡിലുള്ളത് ഞാൻ ലെയറായിട്ട്, അതായത് മണ്ണും മണലും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചാണകപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും മണ്ണിട്ട് കൊടുത്തിട്ട് നമ്മൾ പ്ലാന്റ് വെച്ചിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്യാണ് കേട്ടോ. നമ്മൾ ചെടി നട്ട് കൊടുക്കുകയാണ്. ഇത് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എപ്പോഴും ഇതിൽ വെള്ളം ഉണ്ടാവണം. വെള്ളത്തിൽ വളർത്തുന്നതായാലും ഇങ്ങനെ വളർത്തുന്നതാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് എപ്പോഴും അതിൽ വെള്ളം ഉണ്ടാവണം. പിന്നെ നമ്മൾ വാട്ടർ പ്ലാന്റ്സിന് നമ്മൾ ഡ്രെയിനേജ് ഹോൾസ് ഇല്ലാത്ത പോട്ടാണ് സെലക്ട് ചെയ്യുന്നത്. കഴിയുന്നതും ആഴ്വട്ടമുള്ള പോട്ട് സെലക്ട് ചെയ്യാനും നമ്മൾ ശ്രമിക്കുക. നമുക്ക് പിന്നെ ലിക്വിഡ് രൂപത്തിലുള്ള NPK പോലുള്ള വളങ്ങളൊക്കെ നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും. അതുകൂടാതെ നമ്മൾ സാഫ് എന്ന ഫംഗിസൈഡ് മാസത്തിൽ ഒരു ഇത്തിരി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അടുത്ത പ്ലാന്റാണ് നമ്മുടെ വാട്ടർ കേബേജ് അല്ലെങ്കിൽ വാട്ടർ ലെറ്റൂസ് എന്ന് പറയുന്ന പ്ലാന്റാണ് അടുത്ത് കേട്ടോ. അപ്പോൾ ഇത് ഒരു തൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അതായത് ഒരുപാടാകുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഒരു തൈ കിട്ടിയാൽ ഇതുപോലാകും കേട്ടോ. നമ്മൾ ഒരു 2 മാസം ഒരു മാസമൊക്കെ ആകുമ്പോഴേക്ക് ഇതുപോലായിട്ട് നമ്മൾ ഏതൊരു പോട്ടിലാണ് വെക്കുന്നത് ആ പോട്ട് മൊത്തത്തിൽ നിറയുന്ന ഒരു പ്ലാന്റാണ് വാട്ടർ ലെറ്റൂസ് അല്ലെങ്കിൽ വാട്ടർ കേബേജ്. അപ്പോൾ ഇത് നമുക്ക് ഫിഷ് ടാങ്കിലൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. നല്ല പെട്ടെന്ന് ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് വാട്ടർ ലെറ്റൂസ് കേട്ടോ. ഇപ്പോൾ നഴ്സറിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. ഇതും പെന്നിവേട്ട് പ്ലാന്റിനെ പോലെ തന്നെ നമുക്ക് ലെയറായിട്ട് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത് അങ്ങനെ വെച്ച് ചെയ്ത ഒരു പിന്നെ വാട്ടർ ലെറ്റൂസാണ് ഞാൻ ആദ്യം കാണിച്ചത്. വെറും വെള്ളത്തിൽ വെച്ചതാട്ടോ. അടുത്തതാണ് നമ്മുടെ ആമ്പൽ അല്ലെങ്കിൽ താമര ആമ്പലൊക്കെ നമുക്കറിയാം എന്ത് വെള്ളത്തിൽ വളരുന്നൊരു ചെടിയാണ്. ചളി പോലത്തെ മണ്ണും വെള്ളവും ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ് ഇത് കേട്ടോ. ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അടുത്തതാണ് നമ്മുടെ വാട്ടർ പോപ്പി. വാട്ടർ പോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്നാണ് ഇപ്പോൾ ഇതിൽ പൂക്കളില്ലായിട്ടാണ് നല്ല യെല്ലോ കളറുള്ള ഫ്ലവർ തരും അല്ലേ വാട്ടർ പോപ്പിയിൽ. ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ചാനലിട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാ ഇതിൻ്റെയും ചാനലിട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെന്തായാലും ഒന്ന് കാണണം കേട്ടോ.